അടിമുടി ചതിയിലും നുണയിലും വിഡ്ഢിത്തത്തിലും മുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ. പാക് സൈന്യത്തിനും ഭരണകൂടത്തിനും സ്വന്തം ജനങ്ങളോടെങ്കിലും കൂറുണ്ടോ എന്ന് സംശയമാണ്. അമ്പരപ്പും ഞെട്ടലും ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയ്ക്കു നേരെ ആക്രമണം നടത്താൻ യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ മറയാക്കി. ഈ നിർണായക വിവരമാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. മെയ് 7 രാത്രിയും 9 പുലർച്ചെയുമായി പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ സമയം പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നില്ല. മാത്രമല്ല, യാത്രാ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി നൽകുകയും ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. മെയ് 7 രാത്രി ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മുതിർന്നു. എന്നാൽ ആക്രമണ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. ഈ സമയം പാകിസ്ഥാൻ യാത്രാ വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചിട്ടില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ത്യക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും ദ്രുതഗതിയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടയും. അതിനാൽ യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ മറയാക്കി ഉപയോഗിക്കുകയായിരുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ രാജ്യാന്തര അതിർത്തിയിലൂടെ യാത്ര ചെയ്യുന്നത് വിമാനങ്ങൾക്കൊട്ടും സുരക്ഷിതമല്ല. ഫ്ലൈറ്റ് റഡാർ നിരീക്ഷണ വെബ്സൈറ്റുകളുടെ വിവരമനുസരിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു യാത്രാ വിമാനവും കാണാനുണ്ടായിരുന്നില്ല. മറിച്ച് പാകിസ്ഥാൻ വ്യോമപാതയിൽ ഒട്ടേറെ യാത്രാ വിമാനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. കറാച്ചിക്കും ലാഹോറിനും ഇടയിലെ വ്യോമപാതയിലാണ് ഈ വിമാനങ്ങൾ പറക്കുന്നത്. മെയ് 8 രാത്രി 9 പുലർച്ചെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയിലെ വിവിധ അതിർത്തികൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളം വ്യോമാതിർത്തി ലംഘിച്ച് പലതവണ ആക്രമണം നടത്തുകയും ചെയ്തു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണം. നിയന്ത്രണ രേഖയിലും ആക്രമണമുണ്ടായി. 36 കേന്ദ്രങ്ങളിലായി 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണ ശ്രമം. ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യ തകർത്ത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. തുർക്കി നിർമ്മിത ആസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായി സൈന്യത്തിൻ്റെ വിലയിരുത്തൽ. ആയുധമടങ്ങിയ UAV ഉപയോഗിച്ച് ഫറ്റിൻഡ സൈനിക കേന്ദ്രം ആക്രമിക്കാൻ നടത്തിയ നീക്കം സൈന്യം ഇല്ലാതാക്കി. ഇതിനു പകരമായി പാകിസ്ഥാനിലെ 4 വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യയും ആംഡ് ഡ്രോൺ ആക്രമണം നടത്തി. കശ്മീരിലെ നിയന്ത്രണ രേഖയിലെ ഉറി, പൂഞ്ച്, മെൻദർ, രജൌരി, അഖ്നൂർ, ഉധംപൂർ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഏതാനും സൈനികർക്ക് പരിക്കേറ്റു. മാത്രമല്ല, ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.